വെൽക്കം ബാക്ക്. വൻ വാർത്ത തുടരുന്നു. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും കേരളത്തിനും ഇടയിൽ പാലമായത് ജോൺ ബ്രിട്ടാസ് MP എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ. ഇക്കാര്യത്തിൽ ജോൺ ബ്രിട്ടാസിനെ അഭിനന്ദിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ കണ്ട് പദ്ധതിയിൽ ഒപ്പുവെക്കാൻ സമ്മതം അറിയിച്ചിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ലെന്നും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. He needs my specific assurance from me. He himself mediate with his state government, with union government. My dear friend John Brittas, I am very thankful to him. He create the bridge between government of Kerala and government of India. At one point of time, they agreed to sign the PM3 MOU. Later on, what compelled them, I don't know. Honorable Minister, Kerala government come to see me. I don't want to quote. It is their problem. They are facing dilemma within themselves. Due to their internal contradictions, they are not implementing PM3. And if I quote, what are there in the PM3? എന്നാൽ കരാർ ഒപ്പിടാൻ മധ്യസ്ഥനായിട്ടില്ലെന്ന് ജോൺ ബ്രിട്ടാസ് MP മറുപടി പറഞ്ഞു. കരാറിൽ ഒപ്പുവെക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ കാര്യമാണ്. തടഞ്ഞുവെച്ച ഫണ്ടിനായി നിവേദനം നൽകിയിട്ടുണ്ടെന്നും ജോൺ ബ്രിട്ടാസിന്റെ മറുപടി. ഒരിക്കലുമില്ല. അതായത് PM3 കരാറിൽ ഒപ്പിടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ്. അതിലൊക്കെ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല, നമുക്കറിയില്ല. മീഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ശിവൻകുട്ടിയുടെ കൂടെ, കേരളത്തിലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടെ ഞാൻ പലതവണ ശ്രീ ധർമ്മേന്ദ്ര പ്രധാനെ കാണാൻ പോയിട്ടുണ്ട്. അത് മാത്രമല്ല, കേരളത്തിൽ തടഞ്ഞു വെക്കപ്പെട്ട ഫണ്ടിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നിരവധി നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്, തർക്കമില്ല കാര്യത്തിൽ. അത് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ദൗത്യവും എൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രസ്താവനയിൽ CPIയുടെ നിലപാട് എന്തെന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കണമെന്ന് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ഈ PM3 കാര്യത്തിൽ രാജ്യസഭയിൽ നിന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിനെല്ലാം ഇടനിലക്കാരനായി നിന്നത്, ഞങ്ങളെ സഹായിച്ചത് CPMൻ്റെ ഒരു MP ആണെന്നാണ്. PM3 നമ്മുടെ നാട്ടിൽ സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ അഗ്രിമെൻ്റ് വെച്ചതിന് PM3യിൽ ഒപ്പുവെച്ചത് ഇന്ന് മന്ത്രി നേരിട്ട് പറഞ്ഞതാണ്. ഇതിനെല്ലാം സഹായം ചെയ്ത് കേരള ഗവൺമെൻറ് ഒപ്പിട്ടത് CPMൻ്റെ ഒരു രാജ്യസഭാ MP ആണെന്നാണ്. ഇതിന് മറുപടി പറയണ്ടേ CPM? ഇതിന് മറുപടി പറയണ്ടേ? ഇത് ചോദിക്കണ്ടേ? ഈ CPI ചോദിക്കണ്ടേ? അവരാണല്ലോ ഈ വിഷയം ഉന്നയിച്ച് ക്യാബിനറ്റ് അറിയാതെയാണല്ലോ ഒപ്പുവെച്ചത്. ഡൽഹിയിൽ നിന്നും ബൽറാം നെടുങ്ങാടി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും PM ശ്രീ വിഷയം ചർച്ചയാവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് രാജ്യസഭയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയ പരാമർശമാണ്. ഏത് ഘട്ടത്തിലാണ് ഈ പരാമർശം കേന്ദ്രമന്ത്രി അവിടെ നടത്തിയത്? അതിൽ ഈ പറയുന്നത് പോലെ ഈ ഇരു സർക്കാരുകൾക്കും ഇടയിൽ ഒരു പാലമായി നിന്നത് ജോൺ ബ്രിട്ടാസ് MP ആയിരുന്നു ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ. അത് ഏത് ഘട്ടത്തിലായിരുന്നു, എന്തിനായിരുന്നു? ഒപ്പം തന്നെ അതിലെന്താണ് ബ്രിട്ടാസിന്റെ വിശദീകരണം? ബൽറാം. പ്രജിൻ, ഒരു ഇടവേളയ്ക്ക് ശേഷം PM ശ്രീ പദ്ധതി വിവാദം വീണ്ടും ചർച്ചയാവുകയാണ്. ഇതിന് കാരണമായതാകട്ടെ CPIMന്റെ രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിലെ ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ച ഒരു ചോദ്യമാണ്. വിദ്യാഭ്യാസ മന്ത്രിയോട് അദ്ദേഹം ഉന്നയിച്ച ചോദ്യം എന്നുള്ളത്, SSA പദ്ധതി പ്രഖ്യാപിച്ച് 2 വർഷത്തിന് ശേഷമാണ് ദേശീയ വിദ്യാഭ്യാസ നയം വരുന്നത്. അതിനുശേഷമാണ് PM ശ്രീ പദ്ധതി വരുന്നത്. എന്നാൽ PM ശ്രീ പദ്ധതി നടപ്പാക്കാത്തതിൻ്റെ പേരിൽ SSA ഫണ്ട് എങ്ങനെ തടഞ്ഞു വെക്കാനാകുമെന്നായിരുന്നു ചോദ്യം. ഇതിനുള്ള മറുപടിയിലാണ് CPIMനെയും സംസ്ഥാന സർക്കാരിനെയും ഒപ്പം തന്നെ ജോൺ ബ്രിട്ടാസ് MPയെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള വിശദീകരണം കേന്ദ്രമന്ത്രിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ PM ശ്രീ പദ്ധതിക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചത് ജോൺ ബ്രിട്ടാസ് MP തന്നെയാണ് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. പലതവണ കേന്ദ്ര മന്ത്രി സംസ്ഥാന മന്ത്രിയോടൊപ്പം അദ്ദേഹം തന്നെ കണ്ടിരുന്നു. ഈ എല്ലാവരുടെയും താല്പര്യമനുസരിച്ച് വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് പദ്ധതിയുമായി ഒപ്പുവെച്ചത്. എന്നാൽ പിന്നീട് പദ്ധതിയിൽ നിന്നും പിന്മാറുകയായിരുന്നു. അത് എന്തുകൊണ്ടാണ് എന്നറിയില്ല. മുന്നണിക്കുള്ളിലെ അഭിപ്രായ ഭിന്നതകളാണ് അതിന് കാരണം എന്നാണ് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നുമാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത്. അതേസമയം നേരത്തെ PM ശ്രീ വിവാദമുയർന്ന ഘട്ടത്തിൽ വളരെ പെട്ടെന്നെടുത്ത ഒരു തീരുമാനമായിരുന്നു ഈ PM ശ്രീ പദ്ധതി എന്നായിരുന്നു സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം. അതിനെ ഗണ്ണിക്കുന്നതാണ് കേന്ദ്രമന്ത്രിയുടെ വിശദീകരണം എന്നുള്ളത്. അതേസമയം ഈ സംഭവത്തെക്കുറിച്ചുള്ള ജോൺ ബ്രിട്ടാസ് MPയുടെ പ്രതികരണം എന്നുള്ളത്, MP എന്ന നിലയിൽ താൻ മന്ത്രി ശിവൻകുട്ടിയോടൊപ്പം മന്ത്രിയെ കണ്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ തടഞ്ഞു
വെച്ചിരിക്കുന്ന ഫണ്ട് ആവശ്യപ്പെട്ട് പലതവണ നിവേദനം നൽകിയിട്ടുണ്ട്. ഇതെല്ലാം തന്റെ കടമയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ഈ PM ശ്രീ പദ്ധതി കരാർ ഒപ്പുവെക്കുന്നതിനായി മധ്യസ്ഥത വഹിച്ചു എന്ന ചോദ്യം അക്കാര്യം അദ്ദേഹം നിഷേധിക്കുകയാണ്. പദ്ധതിയിൽ ഒപ്പുവെക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഒരു തീരുമാനമാണ് എന്നും MP-ക്ക് അതിൽ പങ്കില്ല എന്നുമാണ് ജോൺ ബ്രിട്ടാസ് MP-യുടെ വിശദീകരണം. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.